ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യാസിം സ്റ്റോറീസ്. അപ്പം ഇന്ന് നമ്മൾ രാവിലെ കുളിച്ച് മാറ്റി ഡ്രസ്സെല്ലാം ചെയ്ത് പോവാണ്, ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് മറ്റേ ഊട്ടി ട്രെയിൻ 2 മണിക്കാണ് കാര്യങ്ങൾ. അപ്പോൾ കാണാൻ രാവിലെ എണീക്കണം, ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സഡൻ സ്നേഹി നമ്മളെ റൂമിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ലേറ്റായി എണീക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോണേ? ബോട്ട് ഹൗസിലേക്ക് പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സമയം 11:30 നമ്മൾ എണീക്കാൻ നല്ല ലേറ്റായി. 7 മണിക്ക് എണീച്ചിട്ട് പോവാനൊക്കെ ഉള്ള പ്ലാൻ ചെയ്യുന്നു. 7 മണി പോയി 10:30 ആസിനിച്ച് 2 മണിക്കുള്ളതിന് ചെലപ്പോ പോവില്ലേ, ഉറപ്പില്ല, ചെലപ്പോ പോവാം. നമ്മള് എവിടേക്കാണ്? ബോട്ട് ഹൗസിലേക്ക് പോവാണ്. ട്രെയിനിൽ ഇനി 2 മണിക്ക് ടിക്കറ്റ് ഇട്ടോ. ഇന്നലത്തെ 9 മണിന്റെ ടിക്കറ്റ് എടുത്തതായിരുന്നു, ഓൾറെഡി എടുത്ത ടിക്കറ്റ് ആയിരുന്നു. പിന്നെ ആരും എണീച്ചില്ല, നല്ല തണുപ്പായിരുന്നു. രാവിലൊക്കെ എണീക്കാനേ പറ്റുന്നില്ല. ഇനിയിപ്പോ എന്തായാലും 2 മണിക്ക് ഞാൻ അവിടെ പോയിട്ട് ജനറൽ ടിക്കറ്റ് കിട്ടുമോ നോക്കണം. അത് കിട്ടാണേല് അതിന് പോകും, അത് കിട്ടിയിട്ടില്ലേ നേരെ ടിക്കറ്റ് കൊടുത്ത് വീട്ടിൽ പോകും. കിട്ടിയിട്ടില്ലേ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ നോക്കണം. ഹലോ ഗൈസ്, അവൻ ബോട്ട് ഹൗസിൽ എത്തിയിട്ടുണ്ട്. അവൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോട്ടൽ അബാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൽ കയറാനാണ് പ്ലാന്. എന്താ മാഷ്മെല്ലോ വേണ്ടോ? മാഷ്മെല്ലോ ആയി തരാം. ചായ കുടിക്കാം, ചായ കുടിച്ചിട്ട് മാഷ്മെല്ലോ. ഈ കുതിരക്കാരന് ചായ കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് നമ്മള് സ്നേക്ക് റൈഡ് പോകണമെന്ന് പറഞ്ഞപ്പോ ഓക്കെ കുതിരക്കാരൻ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യാ സ്നേക്ക് വേണ്ടിയിട്ട്, നിങ്ങള് ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ കയറിക്കോ. അപ്പൊ അങ്ങനെ നിൽക്കണം. അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി കയറാൻ എന്താ പറയാ, ഇന്നൊന്നും തിന്നായിട്ടാ തിന്ന. എല്ലാം ഉണ്ട്. വത്തക്ക ഉള്ള കൈ അവിടെ ഇരുന്നു. അവിടെ ഇരിക്കാം. അപ്പൊ നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്റ്റേക്ക്, സലൂന്, മസാല ദോശ, ഇവൾക്ക് നെയ്റോസ്റ്റ്, ഞാൻ ഇഡ്ഡലി. അതാണ് ഓർഡർ ചെയ്തത്. വെയിറ്റ് ചെയ്ത സാധനം വരും, സാധനം വന്നിട്ട് വേണം അടിക്കാൻ. വിശക്കുണ്ട്. ഇപ്പൊ എത്രയാണ് ഈ സമയം? സമയം 12 മണിയാണ്. നല്ല അടി അടിക്കണം. ബാക്കി കാണാൻ ബോട്ട് റൈഡിങ് നമ്മൾ ചെയ്യാറുണ്ട്. ബോട്ട് റൈഡിങ്ങിന് കയറുന്നില്ല, അങ്ങോട്ട് കയറി നോക്കാം. ബാക്കി കാര്യങ്ങളൊന്നും കാണാം. പിന്നെ ഫുഡ് കഴിക്കാൻ എടുത്തില്ല. ഫുഡ് കഴിക്കുമ്പോ എല്ലാം മറന്നു പോകും. നമ്മള് ഫുഡ് കഴിക്കുമ്പോ ഫുൾ കോൺസെൻട്രേഷൻ ഫുഡില് മാത്രമായിരിക്കും. അപ്പൊ മറന്നുപോയി ഗൈസ് ഫുഡ് കഴിക്കുമ്പോ വീഡിയോ എടുക്കാൻ. ഫുഡ് വന്നതേ ഓർമ്മയുള്ളൂ. ഇഡ്ഡലി ഞാൻ എത്ര കഴിച്ചു? 8 ഇഡ്ഡലി കഴിച്ചു. 8 വയറ് ഫുള്ളായിട്ടില്ല, എന്നാലും 8 കഴിച്ച് കോഫി കുടിച്ചു. പിന്നെ സനു ഒരു 4 ഇഡ്ഡലി മസാല ദോശ കഴിച്ച്. ലിയ എന്താ വെച്ചാ? ഓളൊരു ഗീ റോസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പം അത് കഴിക്കാൻ പറ്റില്ല. എന്താ വേണ്ടി ഇവരെന്തൊക്കെയോ വേണം, പർച്ചേസിങ്ങിനാണ്. ഇതാണ് സംഭവം. ഇപ്പം അതിനുള്ളിൽ കയറിയിട്ട് നമ്മൾ കയറുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ലിയക്ക് കയറണമെങ്കിൽ കയറാന്ന് മാത്രമില്ല, വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് മറ്റേക്ക് മൂഡ് മാറുമെന്ന് അറിയില്ല. മാറിയാൽ കയറേണ്ടി വരും, ഇല്ലെങ്കിൽ കയറൂല. എന്തായാലും കാണാം. എന്തേ എന്താ എന്താ സ്നേഹ എന്ത് എത്ര 50യോ അങ്ങനെ ഇതുണ്ട് എനിക്ക് അല്ല പോയി വന്നിട്ട് വാങ്ങിക്കാം. അപ്പൊ മേടിച്ചു കയ്യിൽ 2 മതി അത്ര മുളക് കിട്ടണം. കല്ലിൽ കറിച്ച് ആ വാങ്ങിച്ചോ. ചൂണ്ട്. അപ്പൊ ഇത് എന്താ പറയാ കഴിഞ്ഞിട്ട് നല്ല നല്ല കൊടുക്കണ. ആ ഓക്കെ ഓക്കെ. ഈ ഇല കയറാ അല്ല ഇല കയറിക്കോ. ഇല വാ. ആ ഇല തോന്നുന്നു. അതില വാ. എന്താ പറയാള്? എന്താണ് ടേസ്റ്റ് ഉണ്ടോ? രസമുണ്ട്. ചൂടുണ്ട്. ഇവിടെ ഫുള്ള് കുതിരൻ്റെ അപ്പിയ. പല്ല് വേദന വേണം ഇത് ചൂടോടെ കഴിച്ചിട്ട്. ഞാഷ് എൻട്രൻസിൽ നല്ല ടിക്കറ്റ് എടുക്കാൻ പോയതാണ്. സ്നേഹ എങ്ങണ്ട് ലിപ്സ്റ്റിക് ഉള്ളപ്പോ ഇത് വാങ്ങുമ്പോ ടിഷ്യൂ തരണം. കിട്ടിയോ? ഹലോ ഗൈസ്, അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഉള്ളോട്ട് കയറിയിട്ടുണ്ട്. ഒരാൾക്ക് 15 രൂപ ഉള്ളൂ ഉള്ളോട്ട് കയറാൻ. പക്ഷേ ഇതിനുള്ളിൽ കയറിയിട്ട് പിന്നെ നമ്മൾ ബോട്ടിങ് വേറെ ചാർജ് ഉണ്ട്. അത് നമ്മൾ ഏത് ബോട്ടാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിന് പേയ്മെൻറ്റ് വരാം. അത് എത്രയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞങ്ങളെന്തായാലും കയറുന്നില്ല, സ്നേഹിസാനും കയറുന്നുണ്ട്. അപ്പം അത് നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. ബോട്ട് റൈഡിങ്ങിൻ്റെ എന്താ ബോട്ട് റൈഡിങ്ങിൻ്റെ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഫീസ് 2 സീറ്റ് 30 മിനിറ്റ് 300 രൂപയാണ് വരുന്നത്. പിന്നെ റോബോട്ട് 3 സീറ്റ് 450, 8 സീറ്റ് 900, ഇങ്ങനെയാണ് റേറ്റുകൾ വരുന്നത്.
ഇതാണ് ബോട്ടിൽ കയറാനുള്ളതിൻ്റെ റേറ്റ്. അവിടുന്ന് വേറെ ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഐ ലവ് യു ഊട്ടി എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ലിയ ഇത് തിന്നുന്ന തിരക്കിലാണ്. ബോട്ടിങ്ങിന് ഇപ്പോൾ നിങ്ങള് ഇല്ല വേണോ? ബോട്ടിങ്ങിന് വേണോ? ഇല്ല, നിങ്ങൾ വരിക്കും. അവിടെ ടിക്കറ്റ് എടുക്കണോ ഫസ്റ്റ് സാരോ? ഇല്ല, നിങ്ങൾ പോയാലേ. ആ, 2 ആൾക്കുള്ളുണ്ട്, 4 ആൾക്കുള്ള. അതാ ടിക്കറ്റ് റേറ്റ് അവിടെ ഉണ്ട്. ബാ, 2 പേർക്ക് 30 മിനിറ്റ്. 2 പേർക്കെല്ലാം നമുക്ക് എത്ര ടൈം വേണം? 30 മിനിറ്റ് 2 പേർക്ക്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഫസ്റ്റ്. അവിടെ കൗണ്ടർ. അത് നമുക്ക് സെലക്ട് ചെയ്യാം. 3 പേരുള്ള പെഡൽ ബോട്ട് ഉണ്ട്, പല ബോട്ടും ഉണ്ട്. മനസ്സിലായില്ല? ഞാൻ എല്ലാ ബോട്ടും ഉണ്ടാവും. നമുക്ക് ഏത് ബോട്ടാണ് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. 2 പേർക്ക് 300 രൂപ ആണ് തോന്നുന്നത്. ഇവിടെ ഇതിലും അതാ അവിടെ ടിക്കറ്റ്. അവിടെ എന്താ ഈ പോവാത്ത? കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേനോ? എനിക്ക് വലിയ ലൈക്കായില്ല. നമ്മളെന്നെ തൊഴിഞ്ഞു പോകും. കാല് കടി. നീ എത്ര പേർക്കാണ് ചോദിച്ചത്? 900 രൂപ. അത് അവര് റൈഡ് ചെയ്യണ പോണല്ലേ? പലതുണ്ട്. മറ്റേ മോട്ടർ വെച്ചിട്ട് ഓരോ റൈഡ് ചെയ്യണുണ്ട്. അതിനെത്ര? 900. അവ പെട്ടെന്ന് നമ്മള് ചവിട്ടി പോണേന് ചില്ലറ പൈസ. ഒരു കേൾക്കൂല അവിടെ അതിന്റെ ശബ്ദം നിങ്ങൾ കേട്ടത്. നീ എന്താ പറഞ്ഞ? എന്താ ടിക്കറ്റ് എടുക്കണ്ട ഫസ്റ്റ്. ടിക്കറ്റ് എടാ അങ്ങനാ ഏത് ആ വണ്ടി ബോട്ട് പോണില്ല. വെള്ളത്തിൽ കേറാൻ പേടിയാ. അല്ലടാ നമ്മള് നിങ്ങൾ കയറിയോ? ലേക്ക് നമ്മളിവിടെ വെയിറ്റ് ചെയ്യല്ലേ? നമുക്കിവിടെ വെയിറ്റ് ചെയ്യല്ലേ? നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ചവിട്ടി സമയം ചതഞ്ഞാൽ അവിടെ ഒരു അവാർഡ് ചവിട്ടി ഒന്നാതെ ചവിട്ടി പോകാനൊക്കെ റിസ്ക് ഉള്ളത് കൊണ്ട് നല്ലതായിരിക്കില്ല. എന്താ അറിയാ? ബാക്കി നമുക്ക് കാണാം. ഒരു பயர்க்குமா?
ഓരിട്ടരൂ, അവിടുത്തെ ആളിട്ടരൂ ചോക്കെ. പല്ല് കൊടുക്കണ്ടേ ആസി? തിന്നായിട്ടില്ല. ഞാൻ നല്ലോണം തിന്നതേനു, പക്ഷെ എന്റെ വയറ് ഫുള്ളായി. ദോശ സാധനം ഇവിടുന്ന് അങ്ങോട്ട് മാറണില്ല, പേടിച്ചിട്ട്. അതിന്റെ ഉള്ളിൽ നിന്നിട്ട് തിരിഞ്ഞ് കളിക്കാണ്. ഒരു നീണ്ട യാത്രക്കൊടുവിൽ അവരോട് എത്തി. ഇവിടെ മഴ പൊടിയുന്നുണ്ട്. സീനാവും, റെയിൻകോട്ട് ഇല്ല നമ്മളടുത്ത്. തേങ്ങാണ് മഞ്ഞ്. How was the experience? അങ്ങോട്ട് പോയപ്പോ പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് സുഖായി. സുഖായോ? നമ്മളത് ആ കാണുന്ന ആ കൊമ്പില്ല അവിടെ വരെ എത്തിയിട്ട് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരണം. കാടായതുകൊണ്ട് സനക്ക് പേടിണ്ടായിരുന്നു. ഇതൊക്കെ ഒരു മണി കഴിഞ്ഞ് ട്രെയിൻ 1 മണി എന്നാ അങ്ങോട്ട് പോണത്. ട്രെയിനില് തല ഇറങ്ങോ? നമ്മള് ട്രെയിനിൽ പോകാൻ പോണേ. നിങ്ങൾ ആദ്യം തീരുമാനിക്കേ. നേരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ഇതില് കേറാനാണ്. ട്രെയിനിൽ പോവാ. ഇപ്പൊ ജനറൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ചിലപ്പോ പോയാൽ ചിലപ്പോ കിട്ടുള്ളൂ. ഈ പാക്കറ്റിന് എത്ര? 120 അല്ലേ? 120. മേഷ്മെല്ലോ വേണം പറഞ്ഞിട്ട് മേഷ്മെല്ലോ കിട്ടിയ സന്തോഷത്തിലാണ്
ലിയാപ്പി ഇത് ലാഭാണ്. അവിടെ ആ ആന്റിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഇങ്ങനെ 4 കഷ്ണത്തിന് 50 റുപ്പീസ്. എത്ര 80 പീസ് ഉണ്ട്. 120 ആയിട്ട് സ്നേഹനോട് പറഞ്ഞു ഒരു ഹൊറർ ഹൗസിൽ പോയതാണ്. ഒരതാ വരുന്നു. അതിന് എത്ര പെട്ടെന്ന് ഹൊറർ ഹൗസ് പോയിട്ട് സ്നേഹ സ്നേഹ എന്തായി എല്ലാ പെട്ടെന്ന് 120 മാത്രല്ല സ്നേഹ കൊണ്ട് വാങ്ങിച്ചു. അവിടെ കൊണ്ടേക്ക് എനിക്കറിയാം. വലിയ അറിയാം. ചോക്ലേറ്റ് വേണ്ട എനിക്ക്. അപ്പൊ ഇത് ഒന്നാവല്ലേ? ആയിക്കോട്ടെ. മറ്റേ മിക്സഡ് അല്ലാത്ത ഇത് ഫുള്ള് മിക്സഡാ അല്ലേ? ഈ മിക്സഡ് അല്ല വാങ്ങിയ അത് സിംഗിളാ? അത് മിക്സഡാ അല്ലേ? അല്ലല്ലോ. എന്നാ സ്റ്റോൺ ചോക്ലേറ്റ് 100 ഗ്രാമിന് 80 രൂപയുടെ. അത് മറ്റേ ലോക്കൽ സ്റ്റോൺ ചോക്ലേറ്റ് ആണെങ്കിൽ അവിടെ പോയിട്ട് ആയിക്കോട്ടെ. എന്താണ് ഇംപ്ലൂട്ടാണെങ്കിൽ വാങ്ങിയടാ പോവാ. ഹലോ ഗേഴ്സ്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു. അപ്പോൾ 2 മണീൻ്റെ ട്രെയിൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി ട്രെയിനുള്ള 5:30ക്കാണ്. അപ്പോൾ 5:30 കയറിയാൽ പിന്നെ ഒന്ന് കാണാൻ കഴിയില്ല. 5:30 6 മണി 6:30 ആകുമ്പോൾ ഇവിടെ ഇരുട്ടാവും. എന്തായാലും 1 മണിക്കൂർ കോനൂരിലേക്ക് യാത്ര ഉണ്ടാവും. അപ്പോൾ ആ യാത്ര ഒന്നും കാര്യമായിട്ടൊന്നും കിട്ടൂല. പിന്നെ അവിടുന്ന് തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് നമ്മൾ വണ്ടി എടുക്കാനൊക്കെ റിസ്ക് ആവും എന്നാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. നെക്സ്റ്റ് വേറെ ഇവിടെ പോകേണ്ടി വരും. നോക്കട്ടെ. നമുക്കിന്ന് ഫുള്ള് അപ്പോൾ ചോക്ലേറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നപ്പോൾ ഒരു ചോക്ലേറ്റ് ഷോപ്പിന്റെ പേരാണ്. മുന്നോട്ട് വരും, അല്ലെങ്കിൽ വീഡിയോ എടുക്കാനില്ല. ചോക്ലേറ്റിന്റെ ഷോപ്പിന്റെ പേരാണ് ചോക്ലേറ്റ് മ്യൂസിയം. ഇതിനാണ് എന്തായാലും ഗൂഗിൾ മാപ്പിൽ ചോക്ലേറ്റ് മ്യൂസിയം അടിച്ചിട്ട് അപ്പോൾ ഇനി 5:30 ട്രെയിനിന് എന്തായാലും പോകാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ വന്നതിനെ കൊണ്ട് 5 കിലോമീറ്റർ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ വന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാന്ന് വിചാരിക്കും. സ്നേഹ കമോൺ, ബാഗ് എടുത്തോ? A symphony of Indian flavors. വെറുതെ കയറിയൊക്കെ എൻട്രി ആയാലും കയറി എൻട്രി തരാ. ഇതാണ് എൻട്രി. അല്ലേ ഞാൻ ഒരു ചെറിയ മ്യൂസിയം വിത്ത് ഷോപ്പാലേ.
എന്താണ് എങ്ങനെയാ ചോക്ലേറ്റ് സാധാ കൊക്കോ സാൻഡ് കൊക്കോ ഫ്രെയിം വനാട്ടി വെള്ളത്തിലിട്ടിട്ട് എടുക്കും, അതിന്റെ കുരു ഡ്രൈ ആക്കും, കുരു ഡ്രൈ ആക്കി എന്നിട്ട് അത് അതിലിടും. കുരിയിലിട്ടിട്ട് എന്തോ കാട്ടും. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പെണ്ണ് എന്തോ കാട്ടും. ആ പെണ്ണെന്തോ കാട്ടു. ഇത് പൊടിച്ചിട്ട് ഇതിലിട്ട് മെൽറ്റ് ചെയ്യും. എന്നിട്ട് ഉരലിലിട്ട് ആയില്ലേ പൊടിക്കണുള്ളൂ കേട്ടോ. ഈ ഉരലിലിട്ട് പൊടിക്കും. എന്നിട്ട് എന്തോ ഒരു സാധനമാണ് അതിലൊക്കെ ആക്കി ഈ മെഷീനിലിടും. മതി എന്നിട്ട് പാടിപ്പൊട്ടത്. ഇത് കുരു എന്തോ കാട്ടണ പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞിട്ട് ഇത് വൈറ്റ് ചോക്ലേറ്റ്, കൊക്കോ ബട്ടർ, കൊക്കോ പൗഡർ, മിൽക്ക് പൗഡർ, പാം ഷുഗർ എല്ലാം കൂടെ മിക്സ് ആക്കി ഇതിലിടും. ഇതിലിതാ പ്രോസസ്. എങ്ങനെയുണ്ട് കഥ? ഇത്തിരി അടിപൊളി കഥ. ഇതാണ് ഹോട്ട് ചോക്ലേറ്റ് വേഫർ ഡിപ്പിംഗ്. 20 ഉള്ളൂ. It's only 20 rupees. 20 rupees. ആ സംഭവത്തിനോണ്ട് മറ്റൂരതാ ആ കാർട്ടൂണിലല്ലേ. എന്താ ഇഷ്ടമായില്ല? അങ്ങനെ ഗ്രീൻ ടീയാ? ബ്രോച്ചർ പോലല്ലേ? എല്ലാ ചോക്ലേറ്റും ഉണ്ട്. പിസ്ത ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, വൈറ്റ് ആൽമണ്ട് ഉണ്ട്, പ്രീമിയം കളക്ഷൻ. ഇത് മട്ടമാ ചോക്ലേറ്റ് സാനു ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് ഗ്രീൻ ടീ. നമുക്കൊരു ആ സാധനമായിട്ടൊരു ഷോട്ട് ചെയ്താലോ? സാധനം ഡിപ്പ് ചെയ്യാ. ഈ വാങ്ങിക്കാം, ഞാൻ ഒരു ഷോട്ട് എടുക്കാം. ഷോട്ട് എന്തേ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. സംഭവം ആ മ്യൂസിയം കണ്ടില്ല? ചോക്ലേറ്റ് 5-6 കിലോമീറ്റർ അടിപൊളി. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വെള്ളം കുടി ദാഹിക്കുന്നില്ലേ? വെള്ളം ഇവിടെ മറ്റേ ബോട്ടിൽ വെള്ളം കിട്ടില്ലോ. വലിയ ചെറിയ നമ്മളെ 20 റുപ്യൻ്റെ ബോട്ടിലൊന്നും കിട്ടില്ല. ഇവിടെ വലിയ ഇതാണ്, വലിയ ടിന്നില്ല. അപ്പോൾ 5-6 ലിറ്ററിൻ്റെ ഒക്കെ ടിന്നാണ്. അതെടുത്തിട്ട് അത് വാങ്ങിയിട്ട് കുടിക്കാൻ കഴിയില്ലല്ലോ, റിസ്ക് അല്ലേ. അപ്പം അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം എന്താ ചെയ്യാൻ. ഫുഡ് കഴിച്ചിട്ട് റെയിൽവേയിലേക്ക് പോയിട്ട് ടിക്കറ്റിന് പോയി നിൽക്കണം. പിന്നെ ട്രെയിനിൽ കയറിയിട്ട് നേരെ പോകണം. എന്നിട്ട് പോയിട്ട് ഇന്ന് രാത്രി പോവാം. അങ്ങനെ നൈറ്റ് റൈഡ് അടിക്കാം. ഹലോ ഗേൾസ്, അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ എന്താ പറയുക, വീഡിയോ എടുക്കാൻ ഫുഡിന് ഓർഡർ ചെയ്താൽ അറഫ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലൊരു
കേരള ഇവിടെ പോയിരിക്കണത്. കേരള ഹോട്ടലിൽ പോയിട്ടാണ് കഴിച്ച്. അപ്പം അവിടുന്ന് എന്തൊക്കെ ബിരിയാണി മീൽസ് എല്ലാം അങ്ങനെയൊക്കെ കഴിച്ച് ഇപ്പം ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ ട്രെയിന് പോകാനുള്ള സമയമായി. ട്രെയിൻ 5 മണിക്ക് 5:30 ട്രെയിന്. നിങ്ങൾ എത്ര മണിക്ക് ഇറങ്ങണം? നമുക്ക് 5 മണിക്ക് ട്രെയിൻ. അവിടെ ഒരു 4 മണിക്ക് പോയാലേ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാൻ അവിടെ പോയിട്ട് ടിക്കറ്റ് നോക്കട്ടെ. ഏതായാലും വന്നേല. അപ്പം ട്രെയിൻ ഇനി മിസ്സാക്കണ്ട. അതിൽ കയറിയിട്ട് നേരെ റിട്ടേൺ നാട്ടിലേക്കാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. ഹലോ നമ്മളിവിടെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. എന്തോ യൂട്യൂബർ പ്രശ്നമുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കിട്ടോ ഇല്ലയെന്ന് അറിയില്ല. കിട്ടാതെ ബൈക്ക് കാഴ്ചകൾ കാണാം. ആകെ കുറച്ച് ലൈക്സ്. ടിക്കറ്റ്സ് കാണിച്ചു തരുന്നു. ആ എടുത്ത് ഓ